സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ ആ വാർത്ത നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത ഉദ്ഘാടനം മോദി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സർക്കാർ ബഹിഷ്കരിച്ചേക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയുടെ ഇനോഗ്രേഷനായിട്ട് നരേന്ദ്രമോദിജിയും മോദിജിയുടെ സംഘാംഗങ്ങളും എല്ലാം കൂടി കൊച്ചിയിലേക്ക് എത്തിച്ചേരുകയും കൊച്ചിയിലെ ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഈ ഒരു ഇനോഗ്രേഷൻ ചടങ്ങുകൾ നടക്കുകയും ആ ചടങ്ങുകളിലേക്ക് ക്ഷണം കിട്ടിയ കുറച്ച് മന്ത്രിമാരും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരു പേര് അവരങ്ങ് ചെത്തി മാറ്റി, അല്ലെങ്കിൽ ഒരു പേരങ്ങ് വെട്ടി മാറ്റി. ആ പേര് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരാണ്. അതായത് മുഖ്യമന്ത്രിയെ വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെയും വിളിക്കണമെന്ന് എവിടെയെങ്കിലും ചട്ടമുണ്ടോ, എവിടെയെങ്കിലും നിയമമുണ്ടോ, അല്ലെ നയമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സംഘിപുത്രന്മാർ പല ആളുകളും മെഴുകിയത്. അപ്പോൾ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദേശീയപാത വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിന്നാണ് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയപാത 66 വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുന്ന പരിപാടിയിൽ നിന്നാണ് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത്. ഇക്കാര്യം മന്ത്രി തന്നെ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം മുടങ്ങിപ്പോയ ദേശീയപാത വികസനം 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരിന്റെ ഇടപെടലുകളുടെ ഫലമായാണ് പുനരാരംഭിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചിലവഴിച്ചത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇത്തരം നിലപാടെടുക്കുന്നുവെന്ന് ജനങ്ങൾ വിലയിരുത്തും. പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ ചരിത്രം ഇല്ലാതാകില്ലെന്നും മന്ത്രി പറഞ്ഞു. അതായത് കേന്ദ്ര സർക്കാരിന്റെയും അതേപോലെ തന്നെ കൊങ്ങികളുടെയും ഒക്കെ ആ ഒരു ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു ദേശീയപാത എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് ഇവർ രംഗത്തേക്ക് വരുന്നത്. എന്നാൽ ഇവരെയും കൊണ്ട് അത് നടപ്പിലാക്കാനായിട്ട് യാതൊരു കഴിവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു പരിപാടി അവരവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ 2014 അധികാരത്തിലേറ്റ ഇടതുപക്ഷ സർക്കാർ, നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ സർക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങിക്കൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി വലിയ രീതിയിലേക്ക് തന്നെ ഒരു പ്രഖ്യാപനമൊക്കെ നൽകിക്കൊണ്ട് ആ പദ്ധതി വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുകയും ഇന്നലെ ഇപ്പോൾ ഉദ്ഘാടനത്തിന്റെ വേദികളിലേക്ക് അത് എത്തുകയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഒരു കാര്യവും പറയാനായിട്ട് മുന്നിലേക്ക് നിൽക്കാതെ കേരളത്തിനെ മോശമാക്കി ചിത്രീകരിച്ചിരുന്ന സംഘികളുടെ കുട്ടന്മാരും സംഘികളുടെ തലവനായിട്ടുള്ള നരേന്ദ്രമോദിയും ഒക്കെ ഇപ്പോൾ കേരളം എന്നാക്കിയത് ഞങ്ങളാണ്, NDA ആണ് കേരളം എന്നൊരു പേര് നൽകിയത്, കേരള എന്ന പേര് മാറ്റി കേരളം എന്ന പേര് നൽകിയത് NDA ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്തേക്ക് വന്നത്. എന്നാൽ ഈ ഒരു പരിപാടിയിൽ നിന്ന് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഒരു പ്രതിഷേധ റാലിയായിട്ട് ഇത് സംഘടിപ്പിക്കുകയും ഒരുപാട് ആളുകൾ ആ ഒരു പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു. എന്നാൽ നരേന്ദ്രമോദിയെ വരവേൽക്കാനും നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കാനും നരേന്ദ്രമോദിക്ക് വേണ്ടി പാട്ട് പാടാനും ഒക്കെ അങ്ങ് രാജസ്ഥാനിൽ നിന്നും UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ കുറച്ച് വാണങ്ങളെയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, വാണ സ്ത്രീകളെ. അങ്ങനെ അവർ വന്ന് നരേന്ദ്രമോദിജി കി ജയ്, മോദിജി മോദിജി യേ മോദിജി യോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ടേ. ഞാൻ ആ വീഡിയോ നിങ്ങളത് കാണിച്ചു തരാം. ഓ, യോ BJP ഇതൊക്കെ ദിവസക്കൂലിയോ മാസക്കൂലിയോ ആഴ്ചക്കൂലിയോ എന്ത് കൂലിയാണ് ഇത്? ഈ കേരളത്തിൽ നിന്ന് ഒരാളെയും കിട്ടത്തില്ല കേട്ടോ ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാണക സംഖ്യകളെ പുകഴ്ത്താനും വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങ് പുറത്തുനിന്ന് ആളുകളെ ഇറക്കിയതാണ് കേട്ടോ. പുറത്തുനിന്ന് ആളുകളെയൊക്കെ ഇറക്കി നരേന്ദ്രമോദിജി കി ജയ്, BJP കി ജയ്, BJP പി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പി വിളിയാണ്. കേരളത്തിനെ വളരെയധികം മോശകരമായ രീതിയിൽ കളിയാക്കിക്കൊണ്ടിരുന്ന, കേരളം ചോദിച്ച പല എയിംസ് പദ്ധതി ഇവിടെ കൊണ്ടുവരുന്ന ഉന്നത കുലജാതൻ പറഞ്ഞിട്ട് ആ ഉന്നത കുലജാതനെ കൊണ്ട് എയിംസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുമില്ല. എയിംസ് കൊണ്ടുവരുന്ന പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഇത് ഈ വർഷം തന്നെ വരുമെന്നില്ല, എല്ലാ വർഷവും ഓരോ ദിവസങ്ങളുണ്ടല്ലോ, എല്ലാ മാസങ്ങളും 1-ാം തീയതി ഉണ്ടെന്ന് പറയുന്നത് പോലെ, അല്ലെ എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ എന്നെങ്കിലുമൊക്കെ വരും, ഇന്ന് തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് ഉന്നത കുലജാതൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിനെ പലപ്പോഴും തഴഞ്ഞിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് അവതരണം വന്നപ്പോൾ ആമമൂട്ടയും ആമകൃഷിയും കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്ത ഇങ്ങനെയുള്ള ടീംസാണ് ഇപ്പൊ ദേശീയപാതയുടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നമുക്കറിയാം, വിഴിഞ്ഞത്ത് തുറമുഖത്തിന്റെ ഉദ്ഘാടന സമയത്ത് ആ തുറമുഖത്തിന്റെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയത് ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്താണ്. വലതുപക്ഷ സർക്കാർ തുടങ്ങി വെച്ചു, കല്ലിട്ട് വെച്ച്, ഇടതുപക്ഷ സർക്കാർ വന്നത് പൂർത്തീകരിച്ചു. അപ്പൊ കല്ലിട്ട് വെച്ച ആൾക്കാണ് ക്രെഡിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് പൂർത്തീകരിച്ച ആളിന് തന്നെയാണ് ക്രെഡിറ്റ്. അങ്ങനെ അത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും
എത്തുന്നതിനേക്കാൾ മുൻപ് അവിടെ ഒരു കുമ്മൻ അങ്ങോട്ട് കയറിയിരുന്നു. കുമ്മനം രാജശേഖരൻ നമുക്കറിയാം, എവിടെ പോലും കുമ്മൻ അടിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. അതുപോലെ ഇവർ കുമ്മൻ അടിക്കാൻ വേണ്ടി ഒരാൾ അങ്ങോട്ട് കയറിയിരുന്നു. അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറാണ് കേട്ടോ. മലയാളം പോലും നേരെ ചൊവ്വെ പറയാൻ അറിയാത്ത രാജീവ് ചന്ദ്രശേഖരൻ, സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. അവിടെ പോയി കുമ്മനടിച്ചുകൊണ്ട് കയറിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ വിഷയത്തിലും രാജീവ് ചന്ദ്രശേഖറിന്റെ കുമ്മനടി തന്നെയാണ് നമ്മൾ കണ്ടത്. അവിടെ ആദ്യമേ എത്തി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തി. എന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടില്ല, പൊതുമരാമത്ത് മന്ത്രിയെ വിളിച്ചിട്ടില്ല. എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചാൽ പോരെ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ ആ വീഡിയോ നിങ്ങളെന്ന് കാണിച്ചു തരാം. അതായത് ഒരാളെ വിളിച്ചാൽ പോരെ, എന്തിനാണ് എല്ലാവരെയും വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മെഴുകുന്ന ആ ഒരു വീഡിയോ. മരുമകന് മരണം അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി എന്താ പറഞ്ഞില്ല. മറ്റൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PWD മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ? എന്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രോഗ്രാംസും പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിന്റെ ഒപ്പം മുഖ്യമന്ത്രി തീരുമാനിക്കണം ആരെല്ലാമാണ്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 7-8 ദിവസം മുമ്പേ എഴുതി സംസാരിച്ച് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? മുഖ്യമന്ത്രിനൊപ്പം മരുമകന് മരണം അദ്ദേഹത്തിന്റെ നേരാവണ്ണം മുഖ്യമന്ത്രി എന്ന് പോലും പറയാൻ അറിയാത്ത സംസ്ഥാന അധ്യക്ഷൻ, മലയാളം പോലും നേരെ ചൊവ്വ പറയാൻ അറിയാത്ത ഈ തോൽവി മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും വരണമെന്നൊക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിച്ച സമയത്ത് മുഖ്യമന്ത്രി എഴുതി തരണം ഇങ്ങനെ മരുമകനെയും കൂടി വിളിക്കണമെന്ന്. എന്തൊരു മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിലാണല്ലോ ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ 2 മാധ്യമ പ്രവർത്തകർ രംഗത്തേക്ക് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ എന്തെങ്കിലും കാണിച്ചു തരാം. അത് നിങ്ങൾ ഈ സമയത്ത് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം കൂടി കാണിക്കുന്നില്ല. ഈ വീഡിയോടെ ഞാൻ കാണിച്ചു തരാം. കോഴിക്കോട് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് കൊടിപിടിച്ചു തുടങ്ങിയതാണ് മുഹമ്മദ് റിയാസ്. 8ാം ക്ലാസ് കാലത്ത് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്. അതുമുതൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിത്വം വരെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ പല പദവികൾ. മുഖ്യമന്ത്രി ഉണ്ടെന്നും അദ്ദേഹത്തിന് മരുമകനെ കൂടി വിളിക്കേണ്ട കാര്യമില്ലെന്നും കഴമ്പില്ലാതെന്ന് പറയാനാണ് രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അസംബന്ധ വർത്താനം. ആ മുഖ്യമന്ത്രി മരുമോനും ഒക്കെ വീട്ടിലൊരു മരുമോനെ വിളിക്കേണ്ടെന്നേ. വിളിക്കാൻ പോയത് RCയുടെ വീട്ടുപാലുകാച്ചല്ല. ഇല്ലാതായി പോയ പദ്ധതിക്ക് ജീവശ്വാസം കൊടുത്ത് 16,000 കോടി രൂപ സ്വന്തം എക്സ്ചക്കറിൽ നിന്ന് കൊടുത്തൊരു സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കണം. ഇല്ലെങ്കിൽ ആ പ്രോട്ടോകോൾ പൊളിറ്റിക്കൽ പ്രോട്ടോകോൾ ആണ്. ദേശീയപാതയ്ക്ക് അങ്ങേയറ്റം കഷ്ടപ്പെട്ടവർ കഠിനാധ്വാനം ചെയ്തവരത്തിനെ ചവിട്ടി പുറത്താക്കി. അതുമായി ഏതെങ്കിലും ബന്ധം, ഒരു പുരബന്ധം പോലും ഇല്ലാത്ത BJP അധ്യക്ഷൻ ആ ഒഫീഷ്യൽ പരിപാടിയിൽ വിരിഞ്ഞിരിപ്പാണെങ്കിൽ വിളിക്കണം. ഇലക്ഷൻ കാല ഷോ ഫുളുപ്പില്ലാത്ത രാഷ്ട്രീയം. ഏതോ തേങ്ങ മാങ്ങ ആമക്കുഞ്ഞുങ്ങൾക്ക് ഡേ കെയർ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിക്കൂട്ടി മൂലക്കാക്കിയവർക്ക് ഇന്ന് എയിംസ് വിഷയത്തിൽ കളക്കിൽ പ്രഹരിക്കുന്ന ഒരു കോടതി. ആ വിഷയത്തിൽ ഒരു മറ്റേ മോൻ എന്ന വെടലവർത്താനം പറഞ്ഞത് കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഇന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന മരുമോൻ ഏതാ? എട്ടുംപൊട്ടും അറിയാത്ത ഈ കുട്ടികളുടെ ഈ കാലത്ത് അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ് ലീഡർ, പഠിക്കാൻ സമർത്ഥർ, SFI കൊടിയും പിടിച്ച് സമരത്തിലിറങ്ങിയ മെലിഞ്ഞു നിന്ന വിദ്യാർത്ഥിയെ പറ്റിയാണോ? സ്കൂളിലെ രാഷ്ട്രീയ ബോധ്യം, SFI, DYFI, CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന് വേണ്ട, അടിത്തട്ടിൽ രാപ്പകൽ നോക്കാതെ കഷ്ടപ്പെട്ടവനാണ്. ജനത്തിന്റെ വേദന അറിഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. ഏതെങ്കിലും അമ്മായിയപ്പന് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി അസംഖ്യം സമരങ്ങൾ, പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ, ചീറ്റിയ ജോലിയിൽ 100കണക്കിന് ദിവസങ്ങളെ ജയിൽവാസങ്ങൾ. ജനായത്ത വഴിയിൽ നേതാവായ രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയം പറഞ്ഞവർക്ക്, അല്ലാതെ മരുമോനെന്നൊക്കെ അരാഷ്ട്രീയം അശ്ലീലം അധിക്ഷേപിക്കാൻ ആ കേന്ദ്രം നൂലിൽ കെട്ടിയിറക്കി അടിത്തട്ട് രാഷ്ട്രീയം അറിയാത്ത ഒരു ശതകോടീശൻ കോർപ്പറേറ്റ് CEO അധ്യക്ഷൻ രാഷ്ട്രീയമായി തൽക്കാലം വളർന്നിട്ടില്ല. 2 തവണ നിയമസഭാംഗത്വം, കേരളത്തിലെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മരുമകനെന്ന് ആക്ഷേപിക്കുന്നവർക്ക് പറഞ്ഞു തീർക്കാൻ അര ദിവസം വേണം. PM മുഹമ്മദ് റിയാസിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഓടിളക്കിയാണ് എല്ലാവരും മന്ത്രിയാകുന്നത് എന്ന് ധരിച്ചു പോയാൽ അത് അനുഭവ പരിമിതിയാണ്. പിന്നെ ദേശീയപാത, ഏറ്റവും ചുരുക്കം കേരളത്തിനറിയാം അത് എങ്ങനെയുണ്ടായി എന്ന്. 5580 കോടിയാണ് കേരളത്തിലെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചത്. അതിന്റെ ഉദ്ഘാടന വേദിയിൽ ആർക്കൊപ്പവും ഇരിക്കാൻ അർഹതയും അധികാരവും ഉണ്ട് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക്. അല്ലെങ്കിലുള്ള മറുപടി ഇതാണ്, എന്നാ നിങ്ങളങ്ങ് നടത്തിക്കോ. എൻ്റെ പൊന്നു മക്കളെ, ഈ രീതിയിലുള്ളൊരു മറുപടി അല്ലെ, ഇത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ കുളിര് വരുവാണ്. അത് കണ്ടില്ലേ, രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. കാരണം ഇവന്മാർ കാണിക്കുന്ന വൃത്തികേടുകളും ഇവന്മാർ കാണിക്കുന്ന തന്തയ്ക്ക് പുറക്കാഴികയും എല്ലാം എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മാധ്യമങ്ങൾക്കടക്കം അറിയാം. അവർ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമോനാണെന്നൊരു പേരും പറഞ്ഞുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയുകയാണ് അവരെ വിളിക്കേണ്ട ആവശ്യകതയില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ നേരത്തെ വന്നിട്ട് ചീട്ട് തരണമെന്നുള്ളത്. എടാ, BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറെ,
എന്ത് യോഗ്യതയാണ് നിനക്കിത് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു സാധനം, ഒരു വാക്ക് പോലും നേരാവണ്ണം പറയാൻ അറിയാവുന്ന ആളാണോ നീ? എന്തെങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് നീ ഒരു സംഭാവന ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് റിയാസ് അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ BJPയും കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? BJP ആണ് കേരളത്തിന് കേരളം എന്ന പേര് നൽകിയെന്ന് പറയുമ്പോഴും കേരളത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന ടീംസാണ് നീയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെല്ലാം മികച്ച രീതിയിൽ തന്നെ, വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും മറുപടി നൽകിയിരിക്കുന്നത്. അതിന് മറുപടി നൽകിക്കൊണ്ട് തന്നെ മുഹമ്മദ് റിയാസും രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് പറഞ്ഞതും ആ ഒരു വീഡിയോ കൂടെ ഞാൻ എന്തായാലും നിങ്ങളത് കാണിച്ചു തരാം. മുഹമ്മദ് റിയാസിന്റെ ഒരു വീഡിയോയിൽ എന്താണ് മുഹമ്മദ് റിയാസ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ. ഉദ്ഘാടന പരിപാടിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് ഞങ്ങളൊക്കെ സദസ്സിൽ, അതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. കാരണം എല്ലാ സ്റ്റേറ്റ് മന്ത്രിമാരും വേദിയിൽ ഇരിക്കേണ്ട ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാർ ഇരുന്നാൽ മതി, അത് അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ അവിടെ ഇരുന്നു? BJP സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ എന്താണ് റോൾ എന്ന ചോദ്യം അന്ന് ഉന്നയിച്ചിരുന്നു. ഒരു ന്യായമായ ചോദ്യമാണ്. അല്ല, ഞാൻ പറയുന്നത് വളരെ ന്യായമായ ചോദ്യമാണ്. ഇതൊരു പ്രശ്നമല്ല. നിങ്ങൾ വളരെ ഗൗരവത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊരു വിഷയല്ലേ? ഇപ്പൊ ചൂരൽമലയുടെ വീട് വെക്കുന്ന പരിപാടിയുടെ ഭാഗമായി അല്ലെ മറ്റ് സ്റ്റേറ്റ് ഉദ്ഘാടന പരിപാടിയോ ഗോവിന്ദമാട്ട് പേര് അതിൽ വെച്ചാൽ അത് MLA ആണ്. ശ്രീ ബിനോയ് വിശ്വം ഇപ്പൊ MLA അല്ല, മുമ്പ് MP ആയിരുന്നു. അദ്ദേഹത്തെ വെച്ചാൽ അത് ശരിയാണോ? അത് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ LDF ഗവൺമെന്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എത്ര അന്തിച്ചർച്ച നടത്തുമായിരുന്നു? എത്ര ഡിസ്കഷൻ എത്ര ദിവസം നീളുമായിരുന്നു? അപ്പൊ ഇത് ജനാധിപത്യപരമായി ശരിയല്ല. ഇത് തെറ്റായ നിലപാടാണ്. കണ്ടില്ലേ, BJPയുടെ ഇരട്ടത്താപ്പും BJPയുടെ ഉള്ളിലുള്ള ചെറ്റത്തരവും എല്ലാമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അഹോരാത്രം പണിയെടുത്ത് എല്ലാ കാര്യം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്ന മുഹമ്മദ് റിയാസ് അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ പല ആളുകളെയും വിളിക്കാത്തതിലുള്ള വിമുഖത, ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷത്തിന്റെ ഇരട്ടച്ചങ്ങനായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിഷേധ റാലി നടത്തുകയും ആ റാലിയിൽ ആയിരക്കണക്കിലധികം ജനങ്ങൾ വിളിക്കാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു റാലിയായിരുന്നു. ആ റാലിയിൽ വിളിക്കാതെ ക്ഷണിക്കാതെ പല ആളുകളും വന്നു. ആ റാലി വൻ വിജയമാക്കുകയും ചെയ്തു. ഈ BJPയിലുള്ള സംഘിപുത്രന്മാർ പല ആളുകളും പല രീതിയിൽ മെഴുകിയപ്പോഴും ഇവരാരും അറിഞ്ഞില്ല ഈ രീതിയിലൊരു സ്വീകാര്യത ഇടതുപക്ഷ സർക്കാരിന് കേരളത്തിൽ കിട്ടുമെന്നും ഈ രീതിയിലുള്ള സ്വീകാര്യത ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന് കിട്ടുമെന്നുള്ളത്. അത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവർക്ക് കാണാനും സാധിച്ചു. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന് നല്ല ഇരുട്ടത്ത് കിട്ടിയ അടി, ഇരുട്ടത്തെന്നല്ല മുഖത്ത് നല്ല വെളിച്ചത്തിൽ കിട്ടിയ ഒരു അടിയായിട്ട് തന്നെ അത് ഇവിടെ നിൽക്കുന്നു. ഒരു യോഗ്യതയും ഒരു വാല്യൂവും ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിനെ ഈ രീതിയിൽ തന്നെ പറയണം, ഈ രീതിയിൽ തന്നെ പറയും. അങ്ങനെ തന്നെ കേരളത്തിലെ ജനങ്ങളടക്കം മാധ്യമങ്ങളടക്കം പല ആളുകളും പറയുന്നു. രാജീവ് ചന്ദ്രശേഖറെ ഈ മുഹമ്മദ് റിയാസിനുള്ള ഒരു ക്വാളിറ്റിയും തനിക്കില്ല. മുഹമ്മദ് റിയാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രാത്രി ഒരു പകലോ ഒന്നും ഇരുന്ന് കഴിഞ്ഞാൽ പറയാൻ സാധിക്കത്തില്ല, അല്ലെ പറഞ്ഞു തീർക്കാൻ സാധിക്കത്തില്ല. അത്രമാത്രമുണ്ട് അയാൾ ചെയ്ത പ്രവൃത്തികൾ, അത്രമാത്രമുണ്ട് അയാളുടെ എക്സ്പീരിയൻസ്. ഇതൊന്നുമില്ലാതെ ഏതോ ഒരു പിൻവാതിൽ നിയമനത്തിൽ കൂടി കയറി വന്ന സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സംഘികളുടെ ഈ ഇരട്ടത്താപ്പ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് മനസ്സിലായിട്ടും മോദിജിക്ക് ജയ് എന്ന് വിളിക്കുന്ന നിങ്ങളോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.